Okay, good morning. Good morning, ma'am. Good morning, ma'am. Morning. എങ്ങനെയുണ്ട് മഴ? എങ്ങനെയുണ്ട്? തകർക്കുകയാണല്ലേ മഴ? നല്ല മഴയാണ്. നല്ല മഴയാണല്ലേ? തൊട്ട് നല്ല മഴയാണല്ലേ? പിള്ളേർക്ക് ക്ലാസ്സിലെല്ലാം പിള്ളേരൊക്കെ ഉണ്ടാവും അല്ലേ വീട്ടില്? ഓക്കെ, അപ്പൊ നമ്മള് ഫോർമുല എത്ര വരെ എടുത്തതെന്ന് പറയൂ. 19 മുതലാണോ ഇനി സ്റ്റാർട്ട് ചെയ്യേണ്ടത്? യെസ്, 18 വരെയാണ് എടുത്ത് നിർത്തിയത്. സ്റ്റാർട്ട് ചെയ്യാം കേട്ടോ. അഫ്ലയുടെ വിശേഷങ്ങളൊക്കെ ചോദിക്കാറുണ്ടോ നിങ്ങൾ? എങ്ങനെയുണ്ടെന്ന് പറഞ്ഞ ജോബ് ചോദിച്ചായിരുന്നോ? നല്ല പണിയാണല്ലേ? ആ ശരിയാണ്. ഹോസ്പിറ്റൽ കേസൊക്കെ ആവുമ്പോൾ ഒത്തിരി ബുദ്ധിമുട്ടാണ് അല്ലെ? നമുക്കോട്ട് ഇരിക്കാനും നിൽക്കാനും പറ്റും. ആ തന്നെ, ഇരിക്കാൻ ടൈം കിട്ടില്ല. ഓക്കെ, നമ്മള് കാണുന്നതാണല്ലേ ഹോസ്പിറ്റലിൽ പോകുമ്പോ അവര് കാണിക്കുന്ന കാര്യങ്ങളൊക്കെ വളരെ ബുദ്ധിമുട്ടാണ്. ആ ക്ലാസ് അല്ലേ? ആ ഓക്കെ, ക്ലാസ്സിൽ കേൾക്കാൻ ടൈം കിട്ടുന്നുണ്ടാവില്ല. ഷിഫ്റ്റും കാര്യങ്ങളൊക്കെ ഉണ്ടാവുമല്ലോ. ഷിഫ്റ്റ് ഇല്ലേ? ഷിഫ്റ്റ് ഡ്യൂട്ടി ഉണ്ടോ ചോദിച്ചായിരുന്നോ? ആ ഓക്കെ, കുഴപ്പമില്ല. ഷിഫ്റ്റ് ഒക്കെ വന്നാൽ അതൊരു ബുദ്ധിമുട്ടാണ് നമുക്ക് നൈറ്റും ഇതൊക്കെ പോകുമ്പോൾ. ഞാൻ ചോദിച്ചു എന്ന് പറഞ്ഞേക്ക്, അന്വേഷിച്ചു എന്ന് പറഞ്ഞേക്ക്. ഓക്കെ ഓക്കെ, ഇപ്പോ സ്റ്റാർട്ട് ചെയ്യാം നമുക്ക് കേട്ടോ. 19ാമത്തെ എന്താണ്? പെർസെന്റേജ് ഓഫ് റീഷെഡ്യൂളിംഗ് ഓഫ് സർജറീസ്. ഓക്കെ, റീഷെഡ്യൂളിംഗ് എന്ന് പറഞ്ഞാൽ എന്താണ്? റീഷെഡ്യൂളിംഗ് എന്താണ്? റീഷെഡ്യൂളിംഗ് പുനർക്രമീകരിക്കുക അല്ലെങ്കിൽ മാറ്റിവെക്കുക അല്ലെ? ഓക്കെ, പോസ്റ്റ്പോൺ അല്ലെങ്കിൽ പുനർക്രമീകരിക്കുന്ന സർജറിയുടെ പെർസെന്റേജ് ആണ് നമ്മളിവിടെ കാൽക്കുലേറ്റ് ചെയ്യുന്നത്. അപ്പോ സർജറിയുമായിട്ട് ബന്ധപ്പെട്ട് ഇപ്പൊ ഒരാള് സർജറി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ചിലപ്പോ 4 hours ഒക്കെ ലേറ്റ് ആയിട്ട് വരാം. ഇപ്പൊ ഡോക്ടേഴ്സ് വൈകിട്ടോ അല്ലെങ്കിൽ 4 hours സർജറി കഴിയാനായിട്ട് വൈകി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ 4 hours വരെ ഇനി നെക്സ്റ്റ് ആള് ഒരാള് മാത്രമല്ലോ നമ്മൾ ഒരു ദിവസം സർജറി ചെയ്യുന്നത്. ചിലപ്പോ 2 3 4 അല്ലെ, എത്രയോ പേരൊക്കെ ഉണ്ടാവും അല്ലെ? അപ്പൊ ഒരാള് ഇത്തിരി വൈകി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, ഒരാളുടെ സർജറിയുമായിട്ട് ബന്ധപ്പെട്ട് ഇത്തിരി ലേറ്റ് ആയി കഴിഞ്ഞാല് 4 hours വരെയും അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. ഓക്കെ, ഇനി 4 hours കൂടുതൽ ലേറ്റ് ആയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് നമ്മൾ എന്ത് ചെയ്ത് വെക്കും? ഒന്നല്ലെങ്കിൽ ക്യാൻസലേഷൻ ചെയ്യും, അല്ലെങ്കിൽ പോസ്റ്റ്പോൺ ചെയ്ത് മാറ്റി പുനർക്രമീകരിക്കും. ഓക്കെ, അതാണ് അതിന്റെ പെർസെന്റേജ് ആണ് ഇവിടെ കാൽക്കുലേറ്റ് ചെയ്യുന്നത്. നമുക്ക് നോക്കാം. റീഷെഡ്യൂളിംഗ് ഓഫ് സർജറീസ് കൺസിസ്റ്റ് ഓഫ് എ ക്യാൻസലേഷൻ ആൻഡ് postponement beyond 4 hours of the surgeries. ഓക്കെ, 4 hours വരെയും അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. ഇനി അതിൽ കൂടുതലായി കഴിഞ്ഞു, ഡോക്ടർ വരാൻ വൈകി അല്ലെങ്കിൽ ഒരാൾ സർജറി ചെയ്തപ്പോൾ ഒത്തിരി വൈകിയിട്ടുണ്ട്, 4 hours വരെയും നമുക്ക് എന്താണ് അഡ്ജസ്റ്റ് ചെയ്യാം. അതിൽ കൂടുതലായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മള് മറ്റൊരാളുടെ സർജറി ക്യാൻസൽ ചെയ്യുകയാണ് ചെയ്യുന്നത്. ഓക്കെ, അതിന്റെ പെർസെന്റേജ് നോക്കിയേ. ഫോർമുല എങ്ങനെയാണ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്? നമ്പർ ഓഫ് കേസസ് റീഷെഡ്യൂൾഡ് divided by number of cases planned into 100. അപ്പോ എന്താണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്? നമ്പർ ഓഫ് കേസസ് റീഷെഡ്യൂൾഡ് അല്ലെ, പുനർക്രമീകരിച്ചിട്ടുള്ള കേസസുകളുടെ ടോട്ടൽ നമ്പർ ഡിവൈഡഡ് ബൈ നമ്പർ ഓഫ് കേസസ് പ്ലാൻഡ്, ആസൂത്രണം ചെയ്തിരിക്കുന്ന കേസസ് എത്രയായിരുന്നു. ഓക്കെ, മനസ്സിലായോ? സർജറിയുമായിട്ട് ബന്ധപ്പെട്ട് ഇവിടെ മാറ്റിവെക്കപ്പെട്ടിട്ടുള്ളതോ അല്ലെങ്കിൽ പുനർക്രമീകരിച്ചതോ ആയിട്ടുള്ളതിന്റെ ടോട്ടൽ നമ്പർ ഡിവൈഡഡ് ബൈ സർജറി പ്ലാൻ ചെയ്തിട്ടുള്ള സർജറികളുടെ ടോട്ടൽ എണ്ണം ഇൻടു 100. ഓക്കെ, അത് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? പെർസെന്റേജ് ഓഫ്
റീഷെഡ്യൂളിംഗ് ഓഫ് സർജറീസ് അവിടെ നമുക്ക് കിട്ടുന്നു. ഇനി നെക്സ്റ്റ് എന്താണ്? ടേൺ അറൌണ്ട് ടൈം ഫോർ ഇഷ്യൂ ഓഫ് ബ്ലഡ് ആൻഡ് ബ്ലഡ് കമ്പോണൻസ്. Time taken to be calculated from the time the requested is received in the blood bank till the blood is cross-matched or reserved and available for transfusion. ഇവിടെ പറയുന്നത് എന്താണ്? ഇപ്പോ ഒരു പേഷ്യൻസിന് ബ്ലഡ് വേണ്ടി വന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ എവിടെ പോയിട്ടാണ് കളക്ട് ചെയ്യുന്നത്? അറിയോ? എവിടെ പോയിട്ടാണ് കളക്ട് ചെയ്യാം? ബ്ലഡ് ആവശ്യമായിട്ട് വരുമ്പോ ബ്ലഡ് ബാങ്കിൽ പോയിട്ട് നമ്മൾ കളക്ട് ചെയ്യും അല്ലെ. വെറുതെ പോയി കഴിഞ്ഞാൽ നമുക്ക് ബ്ലഡ് കിട്ടുമോ? എന്ത് തരണം ഡോക്ടർ? പേഷ്യൻസിനെ കാണുന്ന ഡോക്ടർ എന്ത് തരും? ഒരു റിക്വസ്റ്റഡ് ഫോം തരും അല്ലെ. ഓക്കെ, അതിനകത്ത് എന്തൊക്കെയാണ് ഉണ്ടാകുന്നത് പറയാൻ പറ്റോ? എന്തൊക്കെ ഉണ്ടാവും? പേഷ്യൻസിന്റെ എല്ലാ ഡീറ്റെയിൽസും അല്ലെ. രോഗം എന്താണ്, പേരെന്താണ്, അതുപോലെ ബ്ലഡ് ഗ്രൂപ്പ്, എത്ര ക്വാണ്ടിറ്റിയിൽ വേണം ബ്ലഡ് എന്നൊക്കെ എന്താണ് ആ റിക്വസ്റ്റഡ് ഫോമില് ഫിൽ ചെയ്ത് കൊടുത്തിട്ടുണ്ടാവും ഇല്ലേ. ഓക്കെ, അതുപോലെ തന്നെ നമ്മുടെ കയ്യിൽ എന്ത് തരും? നമ്മള് ആ പേഷ്യൻസിന്റെ സാമ്പിൾ കൂടി നമ്മുടെ കയ്യിലേക്ക് തന്നുവിടും അല്ലെ. എന്തിനു വേണ്ടിയിട്ടാണ് അങ്ങനെ സാമ്പിൾ തന്നുവിടുന്നത്? എന്തിനു വേണ്ടിയിട്ടാണ് സാമ്പിൾ നമ്മുടെ കയ്യിൽ തന്നുവിടുന്നത്? ക്രോസ് മാച്ച് ചെയ്ത് നോക്കാൻ അല്ലെ. ക്രോസ് മാച്ച് ചെയ്ത് നോക്കാൻ, മാച്ച് ആണോ എങ്ങനെയാണ് എന്നുള്ളത് അല്ലെ നോക്കാൻ വേണ്ടിയിട്ടാണ് അവിടെ നമ്മുടെ കയ്യിലേക്ക് സാമ്പിൾ ഇത് കൂടെ തന്നുവിടുന്നത്. ക്രോസ് മാച്ച് ചെയ്ത് നോക്കാൻ. ഓക്കെ, അപ്പോ അവിടെ അവരെന്ത് ചെയ്യും? ആ ടൈം ഉണ്ട് അല്ലെ. ടൈം ടേക്കൺ എന്ന് പറഞ്ഞാൽ എന്താണ്? അവര് ക്രോസ് മാച്ച് ചെയ്ത് അത് കറക്റ്റ് ആണോ മാച്ച് ആണോ എന്ന് നോക്കുമ്പോ കുറച്ച് ടൈം അപ്പോൾ തന്നെ നമുക്ക് കിട്ടില്ല അല്ലെ. കുറച്ച് ടൈം എടുക്കും അല്ലെ. ഓക്കെ, അപ്പൊ അതിന്റെ ടൈമാണ് ഇവിടെ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്നത്. മനസ്സിലായോ? ഓക്കെ, നമുക്ക് ഫോർമുല നോക്കാം. സം ഓഫ് ടൈം ടേക്കൺ ഓർ ടോട്ടൽ ഡിവൈഡഡ് ആണ് കേട്ടോ അത്. സം ഓഫ് ടൈം ടേക്കൺ ഡിവൈഡഡ് total number of blood and blood components cross matched or reserved. Okay, നമ്മൾ അവിടെ എന്താണ് എക്സ്പ്ലനേഷനിൽ കൊടുത്തിരിക്കുന്നത് നോക്കിയേ. ക്രോസ് മാച്ച്ഡ് ഓർ റിസർവ്ഡ് ആണ് അല്ലെ. ക്രോസ് മാച്ച് ചെയ്തതോ അല്ലെങ്കിൽ അവിടെ റിസർവ് ചെയ്ത് കരുതി വെക്കപ്പെട്ടതോ ആയിട്ടുള്ള ബ്ലഡുകൾ കമ്പോണൻസ് ആണ് ക്രോസ് മാച്ച് ചെയ്ത് കറക്റ്റ് ആണോ ഇല്ലയോ എന്ന് നമ്മൾ നോക്കിയിട്ട് തരുന്നത് അല്ലെ. ഓക്കെ, അതാണ് അവിടെ കൊടുത്തിരിക്കുന്നത്. സം ഓഫ് ടൈം ടേക്കൺ എന്താണ്? തരാൻ വേണ്ടിയിട്ട് അല്ലെ. അവര് നമുക്ക് തരാൻ വേണ്ടിയിട്ട് എത്ര ടൈം എടുക്കുന്നുണ്ട് അതിന്റെ ആകെ തുക. സം ഓഫ് ടൈം ടേക്കൺ ഡിവൈഡഡ് ബൈ ടോട്ടൽ നമ്പർ ഓഫ് ബ്ലഡ് ആൻഡ് ബ്ലഡ് കമ്പോണൻസ് ക്രോസ് മാച്ച്ഡ് ഓർ റിസർവ്ഡ്. ക്രോസ് മാച്ച് ചെയ്തതോ അല്ലെങ്കിൽ റിസർവ് ചെയ്ത് വെക്കപ്പെട്ടതോ ആയിട്ടുള്ള ബ്ലഡിന്റെയോ അല്ലെങ്കിൽ ബ്ലഡ് കമ്പോണന്റിന്റെയോ ടോട്ടൽ. ഓക്കെ, അത് ചെയ്യുമ്പോൾ എന്ത് കിട്ടും? ടേൺ അറൗണ്ട് ടൈം ഫോർ ഇഷ്യൂ ഓഫ് ബ്ലഡ് ആൻഡ് ബ്ലഡ് കമ്പോണന്റ് നമുക്ക് അവിടെ കിട്ടും. ഇതിന്റെ ആ ടൈം നമുക്ക് അവിടെ എന്താണ് ഫോർമുലയിൽ നമുക്ക് അവൈലബിൾ ആയിരിക്കും. ഓക്കെ, അപ്പൊ അതാണ് പറഞ്ഞത്. സം ഓഫ് ടൈം ടേക്കൺ എന്താണ്? തരാൻ വേണ്ടിയിട്ട് അല്ലെ. അവര് നമുക്ക് തരാൻ വേണ്ടിയിട്ട് എടുത്ത ടൈമിന്റെ ആകെ തുക ഡിവൈഡഡ് ബൈ total number of blood and blood components cross matched or reserved. Cross match ചെയ്ത ടോട്ടൽ നമ്പറോ അല്ലെങ്കിൽ നമുക്ക് റിസർവ് ചെയ്തല്ലേ അവിടെ കരുതി വെക്കപ്പെട്ടിട്ടുണ്ടാവും അല്ലെ കുറച്ച് ബ്ലഡുകൾ അല്ലെ. അത് നമ്മൾ മാച്ച് ചെയ്ത് നോക്കിയിട്ടാണ് അവർ നമുക്ക് തരുന്നത്. അപ്പൊ കരുതി വെക്കപ്പെട്ടതോ ക്രോസ് മാച്ച് ചെയ്തപ്പെട്ടതോ ആയിട്ടുള്ള ബ്ലഡിന്റെയും ബ്ലഡ് കമ്പോണന്റിന്റെയും ടോട്ടൽ എണ്ണം. ക്ലിയർ ആയോ? വായിച്ചു നോക്കിയത് 19ഉം 20ഉം ഒന്ന് വായിച്ചു നോക്കി. വായിച്ചു നോക്കാം കേട്ടോ.
ക്ലിയർ ആയി? ഓക്കെ, ഇനി നെക്സ്റ്റ് നോക്കാം. 21. നഴ്സ് പേഷ്യന്റ് റേഷ്യോ ഫോർ ICUs ആൻഡ് വാർഡ്. എന്തായിരിക്കാം റേഷ്യോ? പഠിച്ചിട്ടുണ്ടായില്ലേ നമ്മൾ ICUല്? ഓർക്കുന്നുണ്ടോ? 1:1 ഉണ്ട്, പിന്നെ 1:3, പിന്നെ എന്തെങ്കിലും കമന്റ് ഉണ്ടോ വേറെ? 1:2. ആർക്കെങ്കിലും 1:1? ഓക്കെ, ഇതൊക്കെയാണ് അല്ലെ 1:1 ഓർ 1:2 ആണ് അല്ലെ റേഷ്യോ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോ ഇവിടെ എന്താണ് ജനറൽ വാർഡിലാകുമ്പോ എത്രയായിരിക്കാം റേറ്റ് വരുന്നത് അറിയാമോ? ജനറൽ വാർഡില് നഴ്സ് പേഴ്സൺ റേഷ്യോ എങ്ങനെയായിരിക്കാം അതിന്റെ റേഷ്യോ വരുന്നത് ജനറൽ വാർഡിലാകുമ്പോ? ഓക്കെ, ജനറൽ വാർഡിലാണെങ്കിൽ 1:6 ആണ് കേട്ടോ വരുന്നത്. 1:6. ഓക്കെ, അതുപോലെ സ്പെഷ്യലൈസ്ഡ് വാർഡിലാണെങ്കിലോ? സ്പെഷ്യലൈസ്ഡ് വാർഡില് വാർഡിലാണെങ്കിൽ 1:4 കേട്ടോ. 1:4 ജസ്റ്റ് അറിയാൻ വേണ്ടിയിട്ട് പറഞ്ഞതാണ്, ഓർത്ത് വെച്ചാൽ മതി. ഓക്കെ, അപ്പോ നമുക്ക് അറിയാം നഴ്സ് പേഷ്യന്റ് റേഷ്യോ നമ്മൾ പഠിച്ചതാണ് അല്ലെ. അതിന്റെ ഫോർമുല ഓക്കെ, ICU ആൻഡ് വാർഡില് അതിന്റെ ഫോർമുലയാണ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്. നമ്പർ ഓഫ് നഴ്സിംഗ് സ്റ്റാഫ് ഡിവൈഡഡ് ബൈ നമ്പർ ഓഫ് ഒക്യുപ്പൈഡ് ബെഡ്. ഓക്കെ, എത്ര നമ്പേഴ്സ് ഉണ്ട്, എത്ര സ്റ്റാഫ് മെമ്പേഴ്സ് ഉണ്ട് അല്ലെ, എത്ര നഴ്സിംഗ് സ്റ്റാഫുകൾ ഉണ്ട്, അവരുടെ ടോട്ടൽ നമ്പർ ഡിവൈഡഡ് ബൈ നമ്പർ ഓഫ് ഒക്യുപ്പൈഡ് ബെഡ്. ഒക്യുപ്പൈഡ് ബെഡ് എന്ന് പറഞ്ഞാല് പേഷ്യൻസ് കൈവശപ്പെടുത്തിയിട്ടുള്ള ബെഡിന്റെ ടോട്ടൽ എണ്ണം. എത്ര പേഷ്യൻസ് ആണോ അതനുസരിച്ചിട്ടാണ് അല്ലെ നഴ്സുമാരെ അവിടെ അവൈലബിൾ ആക്കുന്നത് അല്ലെ. ഇപ്പോ നമ്മൾ പറഞ്ഞു ICUല് 1:1 ആണ്, ഒരു പേഷ്യൻസിന് ഒരു നഴ്സ് എന്ന നിലയിലാണ് അല്ലെ. അല്ലെങ്കിൽ എങ്ങനെയാണ് ഒരു നഴ്സിന് 2 പേഷ്യൻസ് എന്ന നിലയിലാണ് ICUല്. ഓക്കെ, അപ്പോ ഇവിടെ പറയുന്നത് എന്താണ്? നമ്പർ ഓഫ് ഒക്യുപ്പൈഡ് ബെഡ് എന്ന് പറഞ്ഞാല് പേഷ്യൻസ് കൈവശപ്പെടുത്തിയിരിക്കുന്ന ബെഡിന്റെ ടോട്ടൽ നമ്പർ എത്ര എണ്ണമാണ്, അതാണ് നമ്പർ ഓഫ് ഒക്യുപ്പൈഡ് ബെഡ്. ക്ലിയർ ആയില്ലേ? ഓക്കെ, നമ്പർ ഓഫ് നഴ്സിംഗ് സ്റ്റാഫ്, എത്ര നമ്പേഴ്സ് ഉണ്ട്, എത്ര നഴ്സിംഗ് സ്റ്റാഫുകൾ ഉണ്ട്, അവരുടെ ടോട്ടൽ എണ്ണം ഡിവൈഡഡ് ബൈ പേഷ്യൻസ് കൈവശപ്പെടുത്തിയിട്ടുള്ള ബെഡിന്റെ ടോട്ടൽ നമ്പർ. ക്ലിയർ ആയില്ലേ? ഇനി നെക്സ്റ്റ് നോക്കാം. വെയിറ്റിംഗ് ടൈം ഫോർ ഔട്ട് പേഷ്യന്റ് കൺസൾട്ടേഷൻ. നമുക്കറിയാം OPയിൽ അല്ലെ നമ്മൾ എങ്ങനെയാണ് വെയിറ്റ് ചെയ്തിരിക്കുന്നത് പറയാൻ പറ്റോ? എവിടേക്കാണ് നമ്മൾ വെയിറ്റ് ചെയ്യാം? OPയിൽ നമ്മൾ കൺസൾട്ടേഷന് ഡോക്ടറെ കാണാനിരിക്കുമ്പോ അല്ലെ, എവിടേക്കായിരിക്കും നമ്മൾ വെയിറ്റ് ചെയ്യുന്നത്? ഒന്ന് ഗസ് ചെയ്യാൻ പറ്റോ? കൺസൾട്ടേഷൻ റൂമിൽ അല്ലെ ഡോക്ടറെ കാണാനിരിക്കുമ്പോ നമ്മൾ എന്ത് ചെയ്യും? ആദ്യം നമ്മൾ രജിസ്റ്റർ ചെയ്യും, ടോക്കൺ എടുക്കും, നമ്മളെ നമ്പർ ആകുന്നത് വരെ നമ്മൾ ഡോക്ടറെ കാണാനായിട്ട് അവിടെ വെയിറ്റിംഗ് റൂമിൽ ഇരിക്കും. പിന്നെ എവിടേക്കായിരിക്കും വെയിറ്റ് ചെയ്യുന്നത്? ഫാർമസിയില് അല്ലെ. പിന്നെ നമ്മൾ ഡോക്ടറെ കണ്ട് പ്രിസ്ക്രിപ്ഷൻ നമ്മുടെ കയ്യിൽ തരുമ്പോ നമ്മൾ എന്ത് ചെയ്യും? ടോക്കൺ എടുത്തുകൊണ്ട് വെയിറ്റ് ചെയ്യും അല്ലെ. ഓക്കെ, അപ്പൊ നമ്മൾ അങ്ങനെയാണ് വെയിറ്റിംഗ് ചെയ്യുന്നത് അല്ലെ. ലാബിൽ നമ്മൾ വെയിറ്റ് ചെയ്യാറ്. ഓക്കെ, അപ്പൊ ഇവിടെ വെയിറ്റിംഗ് ടൈം എന്ന് പറഞ്ഞാല് നമുക്കറിയാം എന്താണ്? പർട്ടിക്കുലർ കാര്യം നടക്കാൻ വേണ്ടിയിട്ട് നമ്മൾ വെയിറ്റ് ചെയ്തിരിക്കുന്നതാണ് അല്ലെ. അതെങ്ങനെയാണ്? 2 കാര്യങ്ങളിലാണ് നമ്മൾ വെയിറ്റ് ചെയ്യാറ്. നിങ്ങൾ പറഞ്ഞതുപോലെ എന്താണ്? കൺസൾട്ടേഷന്, അതുപോലെ തന്നെ മെഡിസിൻ വാങ്ങാനായിട്ട് ഫാർമസിയിലും നമ്മൾ കൂടുതൽ നേരം വെയിറ്റ് ചെയ്യാറുണ്ട്. ഇനി ഇവിടെ പറയുന്ന വെയിറ്റിംഗ് ടൈം എന്ന് പറഞ്ഞാൽ എന്താണെന്ന് നോക്കാം. വെയിറ്റിംഗ് ടൈം ഈസ് ദ length of time which one should wait in order for the specific action to happen after that action is called for or mandated. Waiting time for outpatient consultation is the time
from which the patient has come to the respected outpatient department till the time that the respected begins the assessment. Okay. ഇവിടെ ഇവര് പറയുന്ന വെയിറ്റിംഗ് ടൈം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഔട്ട്പേഷ്യന്റ് ഡിപ്പാർട്ട്മെന്റിലേക്ക് ഒരു പേഷ്യന്റ് എത്തിയത് മുതൽ ഔട്ട്പേഷ്യന്റ് ഡിപ്പാർട്ട്മെന്റിലേക്ക് ഒരു പേഷ്യന്റ് എത്തിയത് മുതൽ ഡോക്ടർ പ്രാഥമിക വിലയിരുത്തൽ നടത്തുന്ന അത് എപ്പോഴാണോ ടൈം ഡോക്ടർ എപ്പോഴാണ് പ്രാഥമിക ഇനീഷ്യൽ അസസ്മെന്റ് നടത്തുന്നത് അത് എപ്പോഴാണോ അവിടെ വരെയുള്ള ടൈമിനെയാണ് ഇവര് വെയിറ്റിംഗ് ടൈം ഫോർ ഔട്ട്പേഷ്യന്റ് കൺസൾട്ടേഷൻ ആയിട്ട് പറയുന്നത്. മനസ്സിലായോ? വെയിറ്റിംഗ് ടൈം ആയിട്ട് ഇവിടെ കാൽക്കുലേറ്റ് ചെയ്യുന്നത്. ഒരു രോഗി ഔട്ട്പേഷ്യന്റ് ഡിപ്പാർട്ട്മെന്റിലേക്ക് എത്തി ഡോക്ടർ എപ്പോഴാണ് പ്രാഥമിക വിലയിരുത്തലിന് ആ രോഗിയെ വിലയിരുത്തുന്നത് അതുവരെയാണ് ഇവര് പറയുന്ന വെയിറ്റിംഗ് ടൈം ആയിട്ട് പറയുന്നത്. മനസ്സിലായോ? ഓക്കെ, അതിന്റെ ഫോർമുല നോക്കാം. Some total patient in time for the consultation divided by total number of outpatient. ഇതാണ് ഇവിടെ പറയുന്നത്. Some total patient in time for consultation. ഇതാണ് കൺസൾട്ടേഷന് വേണ്ടി പേഷ്യന്റിന് എടുത്ത സമയത്തിന്റെ ആകെ തുക. എന്താണ് പറഞ്ഞത്? കൺസൾട്ടേഷന് വേണ്ടിയിട്ട് പേഷ്യൻസ് എടുത്ത ആ പേഷ്യന്റിന് എടുത്ത സമയത്തിന്റെ ആകെ തുക ടോട്ടൽ ആ സമ്മ ഓക്കെ സമയത്തിന്റെ ആകെ തുക ഡിവൈഡഡ് ബൈ ടോട്ടൽ നമ്പർ ഓഫ് ഔട്ട് പേഷ്യൻസ്. അവിടെ വന്നിരിക്കുന്ന ഔട്ട് പേഷ്യൻസ് എത്ര പേരുണ്ടോ അവരുടെ ടോട്ടൽ നമ്പർ. ഓക്കെ, മനസ്സിലായോ? കൺസൾട്ടേഷന് വേണ്ടിയിട്ട് പേഷ്യൻസിന് എടുത്ത ആ സമയത്തിന്റെ ആകെ തുക ഡിവൈഡഡ് ബൈ എത്ര ഔട്ട് പേഷ്യൻസ് ആണ് ഡോക്ടറെ കാണാൻ വന്നിരിക്കുന്നത് അവരുടെ ടോട്ടൽ നമ്പർ. വായിച്ചോക്കി 21ഉം 22ഉം വായിക്കാം കേട്ടോ. നെക്സ്റ്റ് നോക്കാം. വെയിറ്റിംഗ് ടൈം ഫോർ ഡയഗ്നോസ്റ്റിക്സ്. ഓക്കെ, ഡയഗ്നോസ്റ്റിക്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? രോഗനിവാരണം അല്ലെ. ഓക്കെ, നമ്മൾ എവിടേക്കാ പോവാറ്? നിവാരണവുമായിട്ട് ബന്ധപ്പെട്ട് ഡയഗ്നോസ്റ്റിക്സ് സെന്റേഴ്സ് ഏതൊക്കെയാണ് പറയാൻ പറ്റോ? ഗസ് ചെയ്യാൻ പറ്റോ ഏതാണെന്നുള്ളത്? ലാബ് സ്കാൻ ചെയ്യുന്നത് അല്ലെ, റേഡിയോളജി ഡിപ്പാർട്ട്മെന്റ്, അതുപോലെ ലബോറട്ടറി ആണ് അല്ലെ. ഓക്കെ, നോക്കാം. വെയിറ്റിംഗ് ടൈം ഫോർ ഡയഗ്നോസ്റ്റിക്സ് ഈസ് ദ ടൈം ഫ്രം which the patient has come to the diagnostic services till the time that the test is started. ഇവിടെ പറയുന്നത് ഒരു രോഗി വെയിറ്റിംഗ് ടൈം ഫോർ ഡയഗ്നോസ്റ്റിക്സ് ആണ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്നത്. അതിന്റെ വെയിറ്റിംഗ് ടൈം എത്രത്തോളം ഉണ്ട് എന്നുള്ളത് കേട്ടോ. അപ്പൊ ഒരു രോഗി ഹോസ്പിറ്റലിൽ എത്തി, ഡോക്ടറെ കണ്ട്, ഡോക്ടർ എന്ത് ചെയ്തു? പരിശോധിച്ചപ്പോ പറഞ്ഞു സ്കാൻ ചെയ്തിട്ട് വരാൻ പറഞ്ഞു. അപ്പൊ എന്ത് കൊടുക്കും? അവിടെ ആ പ്രിസ്ക്രിപ്ഷനില് CT സ്കാൻ ആണെങ്കിൽ CT സ്കാൻ ചെയ്യണമെന്ന് പറഞ്ഞ് എഴുതി കൊടുക്കും അല്ലെ ഡോക്ടർ. ഓക്കെ, ആ റിക്വസ്റ്റഡ് ഫോം കൊടുത്ത് രോഗി അത് സ്വീകരിച്ച് എന്ത് ചെയ്യും? എവിടേക്ക് കൊണ്ടുപോയി കൊടുക്കും? റേഡിയോളജി ഡിപ്പാർട്ട്മെന്റിലോട്ട് കൊണ്ടുപോകും. ഇനി അവിടെ അവര് ലിസ്റ്റ് വാങ്ങിച്ച്
രോഗിനോട് പറയും അല്ലെ, അവിടെ കാര്യങ്ങളൊക്കെ അവർ രജിസ്റ്റർ ചെയ്യും, പേര് വിവരങ്ങളൊക്കെ. അതിനുശേഷം പറയും ടൈം ആകുമ്പോ വിളിക്കാം, വെയിറ്റ് ചെയ്തോളൂ പറയാറുണ്ടല്ലേ. ഓക്കെ, അപ്പൊ ഇവിടെ പറയുന്നത് അത് രോഗി റിക്വസ്റ്റഡ് ഫോം രോഗി കൊണ്ടുപോയി റേഡിയോളജി ഡിപ്പാർട്ട്മെന്റിലെ കൗണ്ടറിൽ കൊടുത്തത് മുതൽ നമ്മളെ സ്കാനിങ്ങിന് വിധേയമാക്കുന്നത് വരെയുള്ള ടൈം ഗ്യാപ്പ് ഉണ്ടാവുമല്ലോ. നമ്മൾ വെയിറ്റ് ചെയ്തിരിക്കാൻ പറയോ അല്ലെ, ആ ടൈം ഗ്യാപ്പ്, അതാണ് വെയിറ്റിംഗ് ടൈം ഫോർ ഡയഗ്നോസ്റ്റിക്സ് ആയിട്ട് പറയുന്നത്. അതിന്റെ ഫോർമുലയാണ് നമ്മളിവിടെ കാൽക്കുലേറ്റ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, ഫോർമുല എന്താണ്? സം ടോട്ടൽ പേഷ്യന്റ് റിപ്പോർട്ടിംഗ് divided by number of patients reported in diagnostics. എന്താണ്? ഓക്കെ, ഇവിടെ ഒരു മിസ്റ്റേക്ക് ഉണ്ട്. അവിടെ കൊടുത്തിരിക്കുന്നത് സം ടോട്ടൽ പേഷ്യന്റ് റിപ്പോർട്ടിംഗ് എന്നാണ്. അത് ജസ്റ്റ് ഒന്ന് വെട്ടി കളഞ്ഞിട്ട് കറക്റ്റ് ആണോ നോക്കാം കേട്ടോ. സ്ക്രീനിൽ കാണുന്നതെല്ലാം അവിടെ കൊടുത്തിരിക്കുന്നത് തെറ്റാണ്. സം ഓഫ് ടൈം ടേക്കൺ ഫോർ ഡയഗ്നോസ്റ്റിക്സ് എന്നാണോ കൊടുത്തിരിക്കുന്നത് നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കില്? അല്ല, ഒന്ന് ജസ്റ്റ് ഒന്ന് എഴുതിയെടുക്കാം കേട്ടോ. സ്ക്രീനിൽ കാണുന്നത് പോലെ ആണെങ്കിൽ ആ ഫസ്റ്റ് പോർഷൻ ജസ്റ്റ് ഒന്ന് വെട്ടിക്കളയാം. സം ടോട്ടൽ പേഷ്യന്റ് റിപ്പോർട്ടിംഗ് എന്നുള്ളത് ജസ്റ്റ് വെക്കാം, എന്നിട്ട് അവിടെ എഴുതി വെക്കാം സം ഓഫ് time taken for diagnostics, sum of time taken for diagnostics divided by, അത്രയേ ഉള്ളൂ, divided by number of, correct, അത് ബാക്കി കറക്റ്റ് ആണ് കേട്ടോ, number of patients reported in diagnostics. Correct ആക്കി എഴുതിയോ? Sum of time taken for diagnostics divided by number of patients reported in diagnostics. എല്ലാവർക്കും കിട്ടിയില്ലേ? ആർക്കെങ്കിലും കിട്ടാത്തതോ എവിടെയെങ്കിലും ഒരു പേര് കിട്ടാത്തതോ എന്തെങ്കിലും പറയാട്ടോ. കറക്റ്റ് ആക്കി എഴുതിയോ? ഓക്കെ, ഒന്നും കൂടി ഫോർമുല പറയാം. സം ഓഫ് ടൈം taken for diagnostics, sum of time taken for diagnostics divided by, ബാക്കി കറക്റ്റ് ആണ്, number of patients reported in diagnostics. ഓക്കെ ആണോ? ഓക്കെ ആയോ? ഓക്കെ, അപ്പോ എന്താണ് നമ്മളിവിടെ പറയുന്നത്? വെയിറ്റിംഗ് ടൈം ഫോർ ഡയഗ്നോസ്റ്റിക്സ് ആണ് അല്ലെ, രോഗനിവാരണവുമായിട്ട് ബന്ധപ്പെട്ട് അതിന്റെ ടൈം നമ്മളിവിടെ കാൽക്കുലേറ്റ് ചെയ്യുന്നത്. അതിന്റെ ഫോർമുല എന്താണ്? സം ഓഫ് ടൈം ടേക്കൺ ഫോർ ഡയഗ്നോസ്റ്റിക്സ് അല്ലെ, ഡയഗ്നോസ്റ്റിക്സ് രോഗനിർണയത്തിന് വേണ്ടിയിട്ട് എടുത്ത മൊത്തം ടൈം, അതിന്റെ സം എത്രയാണോ എടുത്തത്, അതിന്റെ ടോട്ടൽ സമ്മ എടുത്ത മൊത്തം ടൈമിന്റെ ടൈം എത്രയാണ് എന്നുള്ളത് കേട്ടോ. ഡയഗ്നോസ്റ്റിക്സിന് വേണ്ടി എടുത്ത മൊത്തം ടൈം ഡിവൈഡഡ് ബൈ പിന്നെന്താണ്? നമ്പർ ഓഫ് പേഷ്യൻസ് റിപ്പോർട്ടഡ് ഇൻ ഡയഗ്നോസ്റ്റിക്സ്. ഡയഗ്നോസ്റ്റിക്സിന് വേണ്ടി വന്ന മൊത്തം പേഷ്യൻസിന്റെ ആകെ എണ്ണം. ഡോക്ടറെ കാണാൻ എല്ലാവരും വരുമ്പോ എല്ലാവർക്കും നമ്മൾ സ്കാനിങ് ചെയ്യാൻ കൊടുക്കാറില്ലല്ലേ, ചിലവരൊക്കെ മരുന്ന് കൊടുത്ത് വിടാറുണ്ട്. അപ്പോ ചിലവർക്കാണ് എന്ത് ഈ ഡയഗ്നോസ്റ്റിക്സ് ആയിട്ട് ബന്ധപ്പെട്ട് സ്കാനിങ് ഒക്കെ പറയുന്നത് അല്ലെ. ഓക്കെ, അപ്പം ഡയഗ്നോസ്റ്റിക്സ് രോഗനിർണയത്തിന് വേണ്ടി വന്ന മൊത്തം പേഷ്യൻസിന്റെ എണ്ണം. ഓക്കെ, ഡയഗ്നോസ്റ്റിക്സിന് വേണ്ടിയിട്ട് എടുത്ത മൊത്തം ടൈം ഡിവൈഡഡ് ബൈ എത്ര പേർക്കാണോ സ്കാനിങ് ചെയ്യേണ്ടത് അല്ലെങ്കിൽ ലാബിൽ പോയിട്ട് ബ്ലഡ് ചെക്ക് ചെയ്യേണ്ടത്, അപ്പൊ അവരുടെ എത്ര പേർക്കാണോ അങ്ങനെ പറഞ്ഞിട്ടുള്ളത് അവരുടെ മൊത്തം എണ്ണം. ഇനി നെക്സ്റ്റ് നോക്കാം.
time taken for discharge. Okay, discharge ആയിട്ട് ബന്ധപ്പെട്ട time. ഇനി എന്താണ്? The discharge process is considered to have initiated when the consultant formally approves the discharge and ends with the patient leaving the clinical unit. എന്താണ് discharge process എന്ന് പറഞ്ഞാല്? എത്ര വരെയുള്ള ടൈമാണ് ഡിസ്ചാർജ് പ്രോസസ്സ്? നമുക്കറിയാം, ഇപ്പോ ഡോക്ടർ ഇപ്പൊ കാലത്ത് വന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഡിസ്ചാർജ് ചെയ്യാം എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അപ്പൊ തന്നെ നമുക്ക് വീട്ടിലോട്ട് പോവാൻ പറ്റും? ഇല്ല. കാരണം എന്താണ്? എന്താ കാരണം ഇല്ല എന്ന് പറയാനുള്ള കാരണം എന്താ? അതിന്റെ പ്രോസസ്സിങ് പ്രൊസീജിയർ അല്ലെ, എല്ലാ കാര്യങ്ങളും ചെയ്ത് വരുമ്പോ അല്ലെ, അത് തന്നെ. പ്രോസസ്സിംഗ് ഒക്കെ കഴിഞ്ഞ് വരുമ്പോ കാലത്ത് തന്നെ ഡിസ്ചാർജ് ആയിരിക്കും. നമ്മൾ പോകുന്നത് എപ്പോഴായിരിക്കാം? ചിലപ്പോ രാത്രി ആവാം, അല്ലെങ്കിൽ ഈവനിങ് ആവാം അല്ലെ, വൈകുന്നേരം ആവാം. എല്ലാം കഴിഞ്ഞ് അവര് കറക്റ്റ് ആക്കി ചെയ്തു തരുമ്പോ അല്ലെ. ഓക്കെ, അപ്പൊ അങ്ങനെയുള്ള ഡിസ്ചാർജ് ടൈമിനെയാണ് നമ്മൾ ഇവിടെ കാൽക്കുലേറ്റ് ചെയ്യുന്നത്. അപ്പോ നമുക്കറിയാം, ഒരു ഡോക്ടർ രോഗിക്ക് ഫോർമൽ ആയിട്ട് അല്ലെ, ഔപചാരികമായിട്ട് ഡിസ്ചാർജ് കൊടുത്ത് പേഷ്യൻസ് ക്ലിനിക്കൽ യൂണിറ്റിൽ നിന്ന് ലീവ് ചെയ്ത് പോകുന്നത് വരെയുള്ള ആ ടൈം ഗ്യാപ്പ് ഉണ്ടാവില്ലേ? അതാണ് പറഞ്ഞത്. കാലത്ത് ഡോക്ടർ ഡിസ്ചാർജ് കൊടുത്തിട്ടുണ്ടാവാം, എന്നിട്ട് രോഗി പോകുന്നത് എപ്പോഴാണ്? വൈകുന്നേരം ആകാം. അപ്പൊ കാലത്ത് തൊട്ട് വൈകുന്നേരം വരെയുള്ള ആ ടൈം ഗ്യാപ്പ്, അതിനെയാണ് നമ്മൾ ഡിസ്ചാർജ് പ്രോസസ് എന്ന് പറയുന്നത്, ഇവിടെ കാൽക്കുലേറ്റ് ചെയ്യുന്നത്. ടൈം ടേക്കൺ ഫോർ ഡിസ്ചാർജ്. ഓക്കെ, അപ്പൊ അതിന്റെ ഫോർമുല എന്താണെന്ന് നോക്കിയേ. ഡിസ്ചാർജ് കൊടുക്കുന്നതിന്റെ ആ ടൈം കാൽക്കുലേറ്റ് ചെയ്യുന്ന ടൈമാണ് നമ്മൾ ഇവിടെ കാൽക്കുലേറ്റ് ചെയ്യുന്നത്. അപ്പൊ അതിന്റെ ഫോർമുല നോക്കാം. Sum of time taken for discharge divided by number of patients discharged. ഇവിടെ പറയുന്നത് എന്താണ്? Sum of time taken for discharge അല്ലെ, ഡിസ്ചാർജിന് വേണ്ടി എടുത്ത ടൈമിന്റെ ആകെ തുക. മനസ്സിലായോ? ഡിസ്ചാർജിന് വേണ്ടി എടുത്ത ടൈമിന്റെ ആകെ തുക ഡിവൈഡഡ് ബൈ എത്ര പേര് ഡിസ്ചാർജ് ആയിട്ടുണ്ട് അല്ലെ, എത്ര പേഷ്യൻസ് ആണ് അവിടെ ഡിസ്ചാർജ് ആയിരിക്കുന്നത്, അവരുടെ ടോട്ടൽ നമ്പർ. ഓക്കെ, 23 24 വായിക്കാം കേട്ടോ. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കാം. ഓക്കെ, ഇനി നമുക്ക് നോക്കാം. Percentage of medical record having incomplete and or improper consent. Informed consent is a type of consent in which the healthcare provider has a duty to initiate his or her patient, but the procedure is for its potential risk and benefit. Alternative procedure or treatments
with their risk and benefits so as to make the patient able to take informed decision of his or her health care. ഇവിടെ പറയുന്നത് എന്താണ്, എന്തിന്റെ പെർസെന്റേജ് ആണ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്? ഇൻകംപ്ലീറ്റ് ആയിട്ടുള്ള മെഡിക്കൽ റെക്കോർഡ്സിന്റെയോ അല്ലെങ്കിൽ ഇംപ്രോപ്പർ ആയിട്ട് കൺസെന്റ് അല്ലെ, കൺസെന്റ് നമുക്കറിയാം എന്താണ് കൺസെന്റ്, സമ്മതം ഇല്ലാതെ അല്ലെ. അപ്പൊ അങ്ങനെ കംപ്ലീറ്റ് ആക്കാത്ത മെഡിക്കൽ റെക്കോർഡ്സിന്റെ പെർസെന്റേജ് ആണ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്. എന്തുകൊണ്ടാണ് ഇങ്ങനെ വരുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാല്, ഇപ്പോ ചില പേഷ്യൻസിന് പുതിയതായിട്ട് ചിലപ്പോ വല്ല ട്രീറ്റ്മെന്റുകളോ അല്ലെങ്കിൽ മരുന്നുകളൊക്കെ കൊടുക്കേണ്ടി വന്നിട്ടുണ്ടെങ്കിൽ അപ്പോ ഡോക്ടേഴ്സ് പറയാറുണ്ട് അല്ലെ, ഇപ്പോ പുതിയതായിട്ട് വല്ല റയർ കേസ് ഉള്ള രോഗങ്ങളൊക്കെ ആണെങ്കിൽ ഇന്ന ട്രീറ്റ്മെന്റ് ചെയ്യേണ്ടതായിട്ട് വരും അല്ലെ, ഇത്രയും രൂപയാകും, അതുപോലെ തന്നെ ഇന്ന സൈഡ് എഫക്ട്സുകൾ ഉണ്ടാവും, ഇന്ന ബെനഫിറ്റ്സുകളാണ് ഈ ട്രീറ്റ്മെന്റ് കൊണ്ട് ഉണ്ടാകുന്നത്. അപ്പോ പേഷ്യൻസിനോടോ അല്ലെങ്കിൽ അവരുടെ ഫാമിലീസിനോടോ പറഞ്ഞിട്ടാണ് അവരെന്ത് ചെയ്യാറ്, അങ്ങനെയുള്ള രോഗങ്ങൾക്ക് ട്രീറ്റ്മെന്റ് ചെയ്യാറ് ഇല്ലേ? ഓക്കെ, അപ്പോ അങ്ങനെ ചിലപ്പോ എന്താണ് ഇങ്ങനെയുള്ള റയർ കേസോ അല്ലെങ്കിൽ എന്തെങ്കിലും അസുഖവുമായിട്ട് ബന്ധപ്പെട്ട് പുതിയ ട്രീറ്റ്മെന്റ് ചെയ്യേണ്ടതായിട്ട് വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ചില ഹോസ്പിറ്റലുകൾ എന്ത് ചെയ്യും, ഇങ്ങനെ ഇവരോട് പറയാതെ ട്രീറ്റ്മെന്റ് ചെയ്തെന്ന് വരാം. അപ്പൊ അങ്ങനെ സംഭവിക്കുമ്പോ ചില രോഗികൾ മരണപ്പെടാം. ഓക്കെ, അവരുടെ കൺസെന്റോ സമ്മതമോ ഇല്ലാതെ ആയിരിക്കാം ഇങ്ങനെയുള്ള മരുന്നുകളൊക്കെ അവർക്ക് പ്രൊവൈഡ് ചെയ്ത് ചിലപ്പോൾ എന്താണ് ചില രോഗികൾ മരണപ്പെടാം. ഓക്കെ, അപ്പൊ അങ്ങനെ ഇൻകംപ്ലീറ്റ് ആയിട്ടുള്ള മെഡിക്കൽ റെക്കോർഡ്സിന്റെ പെർസെന്റേജ് ആണ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്. കൺസെപ്റ്റ് എന്താണെന്ന് മനസ്സിലായോ? പുതിയൊരു രോഗമോ അല്ലെങ്കിൽ എന്തെങ്കിലും പുതിയതാണ് ട്രീറ്റ്മെന്റ് ചെയ്യുമ്പോൾ എന്താണ് ശരിക്കും നമ്മൾ ചെയ്യേണ്ടത്? ഹോസ്പിറ്റലുകാർ ചെയ്യേണ്ടത് എന്താണ്? രോഗിയുടെ സമ്മതത്തോട് കൂടിയിട്ട് വേണം അവർക്ക് അത് പ്രൊവൈഡ് ചെയ്യാനല്ലേ. ഓക്കെ, രോഗിയുടെ സമ്മതമോ അല്ലെങ്കിൽ ഫാമിലിയുടെ സമ്മതമോ ഉണ്ടായിട്ട് വേണം നമ്മൾ ചെയ്യാനായിട്ട്. അതുപോലെ തന്നെ അതിൽ ട്രീറ്റ്മെന്റ് ഇപ്പൊ കീമോ ഒക്കെ ചെയ്യുമ്പോൾ എന്താണ് ഛർദി അല്ലെ, സൈഡ് എഫക്ട്സ് വരാം. അപ്പൊ രോഗിയോട് പറയാം, കുറച്ച് ഇത് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ സൈഡ് എഫക്ട്സ് ആയിട്ട് ഛർദി വരാം, ഓക്കാനം വരാം, അങ്ങനെ കുറച്ച് നാളുകൾ ഉണ്ടാവാം എന്ന് പറഞ്ഞു കൊടുത്തിട്ടാണ് അവർക്ക് ആ ട്രീറ്റ്മെന്റ് കൊടുക്കുന്നതെങ്കിൽ എന്താണ്, അല്ലെങ്കിൽ അവരുടെ സമത്തോട് കൂടിയിട്ടാണ് ട്രീറ്റ്മെന്റ് കൊടുക്കുന്നതെങ്കിൽ അവര് കുഴപ്പമുണ്ടാവില്ല അല്ലെ. ഇനി അങ്ങനെയുള്ള കാര്യങ്ങൾ ഒന്നും പറഞ്ഞു കൊടുക്കാതെ ട്രീറ്റ്മെന്റ് കൊടുത്തു കഴിഞ്ഞാലോ ചിലപ്പോ രോഗി മരണപ്പെട്ട് കഴിഞ്ഞാല് എന്താണ് ഫാമിലി അവരുടെ എന്താണ് ഡോക്ടേഴ്സ് അല്ലെ തർക്കങ്ങൾ ഉണ്ടാവാം ഇല്ലേ, പല പ്രശ്നങ്ങളും അങ്ങനെ നടന്നിട്ടുള്ളതാണ് അല്ലെ, നമ്മള് പേപ്പറിലൊക്കെ വായിച്ച് കണ്ടിട്ടുള്ളതാണ്. ഓക്കെ, അപ്പൊ ചില ഹോസ്പിറ്റലുകൾ ഇങ്ങനെ പുതിയ ട്രീറ്റ്മെന്റ് ചെയ്യുമ്പോ ഇങ്ങനെയുള്ള ഫോർമാലിറ്റീസ് ഒന്നും ചെയ്യാതെയാണ് രോഗികൾക്ക് ട്രീറ്റ്മെന്റ് കൊടുക്കുന്നത്. അപ്പോ ചിലവര് മരണപ്പെടാം. ഓക്കെ, അപ്പൊ നമ്മളിവിടെ കാൽക്കുലേറ്റ് ചെയ്യുന്നത് ഇങ്ങനെയുള്ള ഇൻകംപ്ലീറ്റ് ആയിട്ടുള്ള അല്ലെങ്കിൽ ഇംപ്രോപ്പർ ആയിട്ട് കൺസെന്റ് അല്ലെ, മര്യാദയ്ക്ക് സമ്മതമില്ലാതെ രോഗിയുടെ സമ്മതമോ അല്ലെങ്കിൽ ഫാമിലിയുടെ സമ്മതമോ ഇല്ലാതെയുള്ള ട്രീറ്റ്മെന്റ് ചെയ്യുന്നതിലൂടെ ആ മെഡിക്കൽ റെക്കോർഡ് കംപ്ലീറ്റ് ആവില്ല. ചിലവരൊക്കെ എന്താ ചെയ്യാം, രോഗിനോട് പറഞ്ഞിട്ടില്ല അല്ലെങ്കിൽ ഫാമിലിനോട് പറഞ്ഞിട്ടില്ല, ഇങ്ങനെയുള്ള ട്രീറ്റ്മെന്റിന്റെ കാര്യം പറഞ്ഞിട്ടില്ല എന്ന് പറഞ്ഞിട്ട് ഡിസ്ചാർജ് വാങ്ങി പോവാം, അങ്ങനെയും സംഭവിക്കും. അപ്പൊ അങ്ങനെയുള്ള പെർസെന്റേജ് ആണ് കാൽക്കുലേറ്റ് ചെയ്യുന്നത് കേട്ടോ. അപ്പൊ അതിന്റെ ഫോർമുല നോക്കിയേ, number of medical records having incomplete and or improper consent divided by total number of discharge and death into 100. ഓക്കെ, അവിടെ നോക്കാം നമുക്ക് കൃത്യമല്ലാത്ത സമ്മതങ്ങൾ എത്രണ്ണമാണ് മെഡിക്കൽ റെക്കോർഡ്സിൽ വന്നിരിക്കുന്നത് അല്ലെ. കൃത്യമായിട്ടുള്ള രോഗിയുടെ സമ്മതമില്ലാതെ ട്രീറ്റ്മെന്റ് ചെയ്യുമ്പോൾ എന്താണ്, അവരുടെ സമ്മതമില്ലാതെയാണ് അല്ലെ. അപ്പൊ കൃത്യമല്ലാത്ത സമ്മതങ്ങൾ എത്രണ്ണമാണ് മെഡിക്കൽ റെക്കോർഡ്സിൽ വന്നിരിക്കുന്നത്. ഇനി അവിടെ എന്താണ്, ഡിവൈഡഡ് ആണ് കേട്ടോ. ഡിവൈഡഡ് ബൈ എന്താണ്, കൃത്യമായിട്ടുള്ള റിസ്ക് പറഞ്ഞ് കൊടുക്കുന്നതിലൂടെ അല്ലെങ്കിൽ കൊടുക്കാത്തതിലൂടെ മരണം സംഭവിക്കാം, അല്ലെങ്കിൽ എന്ത് സംഭവിക്കാം, കൃത്യമായ കാരണങ്ങൾ പറഞ്ഞു തന്നിട്ടില്ല എന്ന് പറഞ്ഞുകൊണ്ട് രോഗി ഡിസ്ചാർജ് വാങ്ങി പോവാം. ഓക്കെ, അതാണ് ഓറാണ്, ലാസ്റ്റിൽ വരുന്നത് ഓറാണ് കേട്ടോ.
എന്താ പറഞ്ഞത്? കൃത്യമായിട്ടുള്ള റിസ്ക് പറഞ്ഞു കൊടുക്കാതെ രോഗി മരണപ്പെടാം, മരണം സംഭവിക്കാം, അല്ലെങ്കിൽ എന്ത് സംഭവിക്കാം? ഇങ്ങനെയുള്ള കൃത്യമായിട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞു തന്നിട്ടില്ല എന്ന് പറഞ്ഞുകൊണ്ട് രോഗി എന്താണ് ഡിസ്ചാർജ് വാങ്ങി പോവാം. ഓക്കെ, അങ്ങനെ കൃത്യമായിട്ട് ഡെത്തുകളും ഡിസ്ചാർജുകളും ഉണ്ടായിട്ടുള്ളതിന്റെ ടോട്ടൽ നമ്പർ മനസ്സിലായോ? ഓക്കെ, അതിന്റെ എണ്ണമാണ്. കൃത്യമല്ലാത്ത ഡെത്ത് സംഭവിക്കാം, അല്ലെങ്കിൽ കൃത്യമായിട്ട് ഇല്ലാത്ത കൺസെന്റോട് കൂടിയിട്ട് രോഗിയോട് പറഞ്ഞു തന്നിട്ടില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഡിസ്ചാർജ് വാങ്ങിപ്പോവാം. അങ്ങനെയുള്ളവരുടെ ടോട്ടൽ നമ്പർ ഇൻറ്റു 100. മനസ്സിലായോ? കൃത്യമല്ലാത്ത സമ്മതങ്ങൾ എത്ര എണ്ണമാണ് മെഡിക്കൽ റെക്കോർഡ്സിൽ വന്നിരിക്കുന്നത്, അതിന്റെ ടോട്ടൽ നമ്പർ, അതുപോലെ തന്നെ ഡെത്ത് സംഭവിച്ചവരുടെ എണ്ണം, അല്ലെങ്കിൽ എങ്ങനെയാണ് കൃത്യമല്ലാത്ത കാര്യങ്ങൾ പറഞ്ഞു തന്നിട്ടില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഡിസ്ചാർജ് വാങ്ങി പോകുന്നവരുടെ എണ്ണം ഇൻറ്റു 100. ക്ലിയർ ആയോ? മനസ്സിലാക്കി വെച്ചാൽ മതി. അത് അത്ര ഇമ്പോർട്ടന്റ് അല്ല കേട്ടോ ഫോർമുല. നെക്സ്റ്റ് നോക്കാം. സ്റ്റോക്ക് ഔട്ട് റേറ്റ് ഓഫ് എമർജൻസി മെഡിക്കേഷൻസ്. A stock out is an event which happens when an item listed as an emergency medications by the organizations is not available upon the requested requirements state in the organization. So, ഇവിടെ പറയുന്നത് എന്താണ്? സ്റ്റോക്ക് ഔട്ട് റേറ്റ് ഓഫ് എമർജൻസി മെഡിക്കേഷൻസ് അല്ലെ. എമർജൻസി മെഡിസിൻസ് എന്ന് പറഞ്ഞാൽ എന്താണ് അറിയാമോ? ഓക്കെ, എമർജൻസി മെഡിസിൻസ് സ്റ്റോക്ക് ഔട്ട് ആയി പോകുന്നതിന്റെ റേറ്റ് ആണ്, എത്രത്തോളം ഉണ്ട് എന്നുള്ളതാണ് നമ്മളിവിടെ കാൽക്കുലേറ്റ് ചെയ്യുന്നത്. ഇനി എമർജൻസി മെഡിസിൻസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഹോസ്പിറ്റലിനെ കുറിച്ച് എമർജൻസി മെഡിസിന്റെ ലിസ്റ്റ് ഉണ്ടാവും. ഓക്കെ, അവിടെ അതെന്തൊക്കെയാണ് എന്നുള്ളത് ആ ലിസ്റ്റിൽ, ആ എമർജൻസി മെഡിസിൻസ് എന്തൊക്കെയാണെന്നുള്ളത് ഒരു ലിസ്റ്റ് ഉണ്ടാവും. ഈ എമർജൻസി മെഡിസിൻസ് ആ സ്ഥാപനത്തിൽ ആവശ്യമായിട്ട് വരുമ്പോ, ഹോസ്പിറ്റലുകളിൽ ആവശ്യമായിട്ട് വരുന്ന സമയത്ത് അവിടെ അവൈലബിൾ ആയിരിക്കില്ല. മനസ്സിലായോ? അവൈലബിൾ ആയിരിക്കില്ല. അതിനെയാണ് നമ്മൾ സ്റ്റോക്ക് ഔട്ട് എന്ന് പറയുന്നത്. മനസ്സിലായോ? സ്റ്റോക്ക് ഔട്ട് റേറ്റ് ഓഫ് എമർജൻസി മെഡിക്കേഷൻസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഹോസ്പിറ്റലുകളില് എമർജൻസി മെഡിസിൻ ലിസ്റ്റ് ഉണ്ടാവും. ആ ലിസ്റ്റ് നമുക്ക് നോക്കിക്കഴിഞ്ഞാല് ഏതൊക്കെയാണ് എമർജൻസി ആയിട്ട് വരുന്ന മെഡിസിൻസ് എന്നുള്ളത് നമുക്ക് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റും. ഇനി ചിലപ്പോ നമ്മൾ ഹോസ്പിറ്റലുകളിൽ ആ ലിസ്റ്റ് നോക്കുമ്പോ അവിടെ ചിലപ്പോൾ അത് അവൈലബിൾ ആയിരിക്കില്ല. അതിന്റെ റേറ്റ് അല്ലെങ്കിൽ അതാണ് സ്റ്റോക്ക് ഔട്ട് എന്ന് പറയുന്നത്. സ്റ്റോക്ക് ഔട്ട് ആയിട്ടുള്ള അങ്ങനെയുള്ള എമർജൻസി മെഡിസിന്റെ റേറ്റ് ആണ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്. ഓക്കെ, അതിന്റെ ഫോർമുല നോക്കാം. എന്താ പറയുന്നത്? നമ്പർ ഓഫ് സ്റ്റോക്ക് ഔട്ട്സ് ഇൻ എമർജൻസി ഡ്രഗ്സ് ഡിവൈഡഡ് ബൈ നമ്പർ ഓഫ് ഡ്രഗ്സ് listed as the emergency drugs in hospital formulary into 100 എന്ന് ഇടാം കേട്ടോ. അവിടെ ഇൻറ്റു ചേർത്തിട്ടുണ്ടോ നിങ്ങളുടെ ടെക്സ്റ്റില്? ഇൻറ്റു ഇല്ലെങ്കിൽ ഇല്ല. ഓക്കെ, ഇൻറ്റു ആണ് കേട്ടോ. ഹോസ്പിറ്റൽ ഫോർമുലറി ഇൻറ്റു 100. മിസ്റ്റേക്ക് ആണ്, അപ്പൊ അവിടെ ചേർത്ത് കൊടുക്കാം. ഓക്കെ, നമ്പർ ഓഫ് സ്റ്റോക്ക് ഔട്ട് എമർജൻസി ഡ്രഗ്സ് ഡിവൈഡഡ് ബൈ number of drugs listed as emergency drugs in hospital formulary into 100. Okay, എന്താണ് ഫോർമുല പറയുന്നത്? നമ്പർ ഓഫ് സ്റ്റോക്ക് ഔട്ട് ഓഫ് എമർജൻസി ഡ്രഗ്സ് അല്ലെ. എത്ര എമർജൻസി ഡ്രഗ്സുകളാണ് സ്റ്റോക്ക് ഔട്ട് ആയിരിക്കുന്നത്, അതിന്റെ ടോട്ടൽ നമ്പർ ഡിവൈഡഡ് ബൈ നമ്പർ ഓഫ് ഡ്രഗ്സ് ലിസ്റ്റഡ് ആസ് എമർജൻസി ഡ്രഗ്സ് ഇൻ ഹോസ്പിറ്റൽ ഫോർമുലറി. എന്താണ് ഹോസ്പിറ്റൽ ഫോർമുലറിയില് എമർജൻസി ഡ്രഗ്സുകളായിട്ട് എത്ര എണ്ണമാണ് ലിസ്റ്റ് ചെയ്തിരിക്കുന്നത്, അതിന്റെ ടോട്ടൽ നമ്പർ 200. ഓക്കെ,
വായിച്ചു നോക്കി 25ഉം 26 ഒന്ന് വായിച്ചു നോക്കാം കേട്ടോ. ക്ലിയർ ആയോ? ഓക്കെ. ഇനി നെക്സ്റ്റ് ആണ് നമ്പർ ഓഫ് വാരിയേഷൻസ് ഒബ്സർവ്ഡ് ഇൻ മോക്ക് ഡ്രിൽസ്. മോക്ക് ഡ്രിൽസ് നിങ്ങൾ കണ്ടിട്ടുണ്ടോ? മോക്ക് ഡ്രിൽസ് എന്താണ്? മോക്ക് ഡ്രിൽസ് എന്ന് പറഞ്ഞാല് കണ്ടിട്ടുണ്ടല്ലേ? സ്കൂളുകളിലൊക്കെ നമ്മള് ഇപ്പോ എന്താണ് NSSന്റെ ഭാഗമായിട്ടൊക്കെ ഈ പോലീസുകാരൊക്കെ വന്നിട്ട് നമുക്ക് കാണിച്ചു തരാറുണ്ട് അല്ലെ? സ്കൂളുകളിലൊക്കെ. ഓക്കെ. ഇപ്പൊ എന്താണ് ഒരാളിപ്പോ വഴിയിൽ നമ്മൾ നടന്നു പോകുമ്പോ കുഴഞ്ഞ വീഴ്ചുണ്ടെങ്കിൽ എന്താ ചെയ്യുന്നത്? ദുരന്തവുമായിട്ട് ബന്ധപ്പെട്ട് അല്ലെങ്കിൽ ഫയർ, ഇപ്പൊ ഗ്യാസ് പൊട്ടിത്തെറിച്ചിട്ടുണ്ടെങ്കിൽ എന്താ ചെയ്യുന്നത്? അവരെ നമുക്ക് ഭൂകമ്പം വന്നിട്ടുണ്ടെങ്കിൽ എല്ലാവർക്കും അറിയാവുന്ന കാര്യങ്ങൾ തന്നെയാണ് മോക്ക് ഡ്രിൽസ് എന്ന് പറയുന്നത്. ഓക്കെ. അപ്പോ നമുക്ക് കാണിച്ചു തരാറുണ്ട് അല്ലെ? എങ്ങനെയാണ് ചെയ്യേണ്ടത്, എന്താണ് ചെയ്യേണ്ടത് എന്നുള്ളത് അവര് നമുക്ക് കാണിച്ചു തരാറുണ്ട്. ഓക്കെ. അപ്പൊ നമുക്ക് നോക്കാം. മോക്ക് ഡ്രിൽസ് ഈസ് എ സിറ്റുവേഷൻ exercise of preparedness for any type of event. അല്ലെ? എന്തൊരു സംഭവമാവാം അല്ലെ? സംഭവത്തിന് നമ്മള് തയ്യാറെടുക്കുന്ന ഒരു സിമുലേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? അനുകരണമാണ് അല്ലെ? ഒരു സംഭവത്തിൽ നമ്മൾ എങ്ങനെ തയ്യാറെടുക്കണം എന്നുള്ള അനുകരണമാണ് മോക്ക് ഡ്രിൽസ് എന്ന് പറയുന്നത്. ഇറ്റ് കുഡ് ബി ആൻ ഇവന്റ് ഓർ എ ഡിസാസ്റ്റർ. ദുരന്തമാവാം അല്ലെങ്കിൽ ഒരു സംഭവമാവാം അല്ലെ? സംഭവം നടന്നു കഴിഞ്ഞാലും ഒരു ദുരന്ത സമയത്ത് നമ്മൾ പേടിച്ചു മാറി നിൽക്കാതെ എങ്ങനെ അതിനെ തരണം ചെയ്യണം, ഇതൊക്കെ കാര്യങ്ങളാണ് ചെയ്യേണ്ടത്. ഒരു തയ്യാറെടുപ്പാണ് അല്ലെ മോക്ക് ഡ്രിൽസ്. This is basically a time run or preparedness drill. എന്താണ് ബേസിക്കലി പറയുകയാണെങ്കിൽ ഒരു റിഹേഴ്സൽ ആണ് അല്ലെ? ഒരു ഡിസാസ്റ്റർ വന്നാലും ദുരന്തം വന്നിട്ടുണ്ടെങ്കിലും അല്ലെങ്കിൽ ഒരു സംഭവം നടന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിലും അതിനെ തയ്യാറെടുക്കുന്ന ഒരു തയ്യാറെടുപ്പാണെന്ന് നമുക്ക് പറയാൻ പറ്റും. ഒരു റിഹേഴ്സൽ ആണെന്ന് പറയാൻ പറ്റും. ഫോർ എക്സാമ്പിൾ, ഫോർ മോക്ക് ഡ്രിൽ, ഡിസാസ്റ്റർ ഡ്രിൽ, കോഡ് ബ്ലൂ ഡ്രിൽ. അതുപോലെ കോഡ് ബ്ലൂ എന്തുമായിട്ട് റിലേറ്റ് ചെയ്യപ്പെട്ടതാണ്? ഓർമ്മയില്ല? കോഡ് ബ്ലൂ എമർജൻസി. ഏതാണ് എമർജൻസി? എന്ത് എമർജൻസിയാണ്? കാർഡിയാക് അറസ്റ്റ് കേട്ടോ. കാർഡിയാക് അറസ്റ്റുമായിട്ട് റിലേറ്റ് ചെയ്യുന്നതാണ്. അതുപോലെ തന്നെ ഗ്ലോബൽ പാൻഡമിക് പ്രിപ്പയർഡ്നെസ് ഡ്രിൽ, ഇതൊക്കെ നമുക്ക് അറിയാവുന്ന കാര്യമാണ്. ഫയർ അല്ലെ? ഗ്യാസ് ഒക്കെ പൊട്ടിത്തെറിച്ചിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ ദുരന്തം വന്നിട്ടുണ്ടെങ്കിൽ കോഡ് ബ്ലൂ അല്ലെ? CPR ഒക്കെ കൊടുക്കുന്നത് നമുക്ക് അറിയാവുന്നതാണ് അല്ലെ? ഓക്കെ. അതുപോലെ തന്നെ ഗ്ലോബൽ പാൻഡമിക് പ്രിപ്പയർഡ്നെസ് അല്ലെ? ആഗോളതലത്തില്
പകർച്ചവ്യാധികൾ ഏതൊക്കെയാണ്? കൊറോണ, നിപ്പ ഇതൊക്കെ വന്നപ്പോ ഓരോ സ്ഥലങ്ങളിലും ഓരോ ജില്ലകളിലായിട്ട് മോക്ഡ്രിൽസ് ഒക്കെ നടത്തിയിട്ടുണ്ട്. ഓക്കെ, അപ്പോ നമ്മൾക്കറിയാം മോക്ഡ്രിൽസ് നിരീക്ഷിക്കുമ്പോൾ ഉണ്ടാകുന്ന വ്യത്യാസങ്ങള്, ഒബ്സർവ്ഡ് വാരിയേഷൻസ് അല്ലെ. ആ മോക്ഡ്രിൽസ് നമ്മൾ നിരീക്ഷിച്ച് കഴിയുമ്പോ പലരും പല രീതിയിലാണ് ചെയ്തു തരാറ് അല്ലെ. പക്ഷെ നമ്മളുടെ പോയിന്റ് ഓഫ് വ്യൂവിൽ ഇപ്പൊ ഞാൻ കണ്ട് അത് ഒബ്സർവ് ചെയ്യുന്നത് പോലെ ആയിരിക്കില്ല ശരണ്യ ഒബ്സർവ് ചെയ്യുന്നത്. ശരണ്യ ഒബ്സർവ് ചെയ്യുന്നത് പോലെ ആയിരിക്കില്ല ശ്രുതി അല്ലെ. ശ്രുതി ഒബ്സർവ് ചെയ്യുന്നത് പോലെ ആയിരിക്കില്ല ആര്യ അല്ലെ. പല രീതിയിലും പലതും മനസ്സിലാക്കിയെടുക്കുന്നത് പല വിധത്തിലാണ് അല്ലെ. അപ്പൊ അങ്ങനെയുള്ള വാരിയേഷൻസ് ആണ് നമ്മളിവിടെ കാൽക്കുലേറ്റ് ചെയ്യുന്നത്. ക്ലിയർ ആയോ? അതിന്റെ ഫോർമുല നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിൽ ഇല്ലല്ലോ, ഉണ്ടോ? ഉണ്ട്. ഓക്കെ, മിസ് വായിക്കാം, അത് കറക്റ്റ് ആണോ എന്ന് നോക്കട്ടോ. ഓക്കെ, മോക്ഡ്രിൽസിന്റെ ഫോർമുലയാണ് കൊടുത്തിരിക്കുന്നത്. ടോട്ടൽ നമ്പർ ഓഫ് വാരിയേഷൻസ് ഒബ്സർവേഷൻ എ മോക്ഡ്രിൽ. ഇല്ലാത്തവര് ഒന്ന് എഴുതിയെടുക്കാം. ഓക്കെ, മിസ് വായിക്കാം, മിസ് പറഞ്ഞുതരാം കേട്ടോ. ഒന്ന് എഴുതിയെടുക്കാം. ടോട്ടൽ നമ്പർ ഓഫ് വാരിയേഷൻസ്, ടോട്ടൽ നമ്പർ ഓഫ് വാരിയേഷൻ, total number of variation observed in a mock drill, total number of variation observed in a mock drill, observed in a mock drill divided by total number of observation made. Total number of observation made. എന്താണ് മിസ്റ്റേക്ക് ഉണ്ടോ ടെക്സ്റ്റില്? Total number of variation observed in a mock drill divided by correct ആണല്ലേ. Total number of observation made into 100. എല്ലാവർക്കും കിട്ടിയോ? കറക്റ്റ് അല്ലേ? ഓക്കെ, ഇനി എന്താണ് ഫോർമുല നോക്കിയേ. ടോട്ടൽ നമ്പർ ഓഫ് വാരിയേഷൻ ഒബ്സർവ്ഡ് ഇൻ എ മോക്ക് ഡ്രിൽ അല്ലെ. മോക്ക് ഡ്രിൽ നടക്കുമ്പോ അതിൽ എത്ര എണ്ണത്തില് വ്യത്യാസം വന്നിട്ടുണ്ട്? നമ്മൾ നിരീക്ഷിക്കുമ്പോൾ എത്ര എണ്ണത്തിലാണ് വ്യത്യാസം വന്നിരിക്കുന്നത്? ഡിവൈഡഡ് ബൈ ടോട്ടൽ നമ്പർ ഓഫ് ഒബ്സർവേഷൻ മെയ്ഡ്. നിരീക്ഷണങ്ങൾ നടത്തിയതിന്റെ ടോട്ടൽ എണ്ണം. പല പല നിരീക്ഷണങ്ങൾ നടത്താതെ നമ്മള് ഒന്ന് തന്നെ ചിലപ്പോ ഒരു 5-6 പ്രാവശ്യം അല്ലെങ്കിൽ ഒരു 4-3 പ്രാവശ്യമൊക്കെ നമ്മള് ഒബ്സർവേഷൻ ചെയ്യാറുണ്ട് അല്ലെ. അപ്പൊ അങ്ങനെയുള്ള നിരീക്ഷണങ്ങൾ നടത്തിയതിന്റെ ടോട്ടൽ നമ്പർ ഇൻറ്റു 100. ഓക്കെ, ഇവിടെ പറഞ്ഞത് മോക്ക് ഡ്രിൽസ് നടത്തുമ്പോൾ അതിൽ എത്ര എണ്ണത്തിന് വ്യത്യാസം വന്നിട്ടുണ്ട് നമ്മൾ നോക്കി കാണുമ്പോൾ എത്ര എണ്ണത്തിനാണ് വ്യത്യാസം വന്നിരിക്കുന്നത്, നമ്മൾ എത്ര എണ്ണം ഒബ്സർവേഷൻ നടത്തിയിട്ടുണ്ട് അതിന്റെ ടോട്ടൽ നമ്പർ ഇൻറ്റു 100. ഓക്കെ ആണോ ഫോർമുല? ഓക്കെ, ഇനി മിസ് ഇത്രയും എടുക്കുന്നുള്ളൂ എന്ന്. അപ്പോ ഫോർമുലാസ് ഒന്ന് അണ്ടർലൈൻ ചെയ്ത് തരാം, ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളത് അതൊന്ന് പഠിക്കാം കേട്ടോ. ഓക്കെ, 17 നമ്മള് മാർക്ക് ചെയ്തതല്ലേ? 17. ഓക്കെ, ഇനി 19 പെർസെന്റേജ് ഓഫ് റീഷെഡ്യൂളിംഗ് ഓഫ് സർജറീസ്. പെർസെന്റേജ് ഓഫ് റീഷെഡ്യൂളിംഗ് ഓഫ് സർജറീസ് അതൊന്ന് മാർക്ക് ചെയ്ത് വെക്കാം, ഇമ്പോർട്ടന്റ് ആണ്. അതുപോലെ 21 nurse patient ratio for ICUs and wards. Nurse patient ratio for ICUs and wards. Next one, 23. Waiting time for diagnostic. Waiting time for diagnostic.
Next one, 24. Time taken for discharge. Time taken for discharge. ആ 100 ആണ് കേട്ടോ, 100. ടെക്സ്റ്റിലില്ലേ? ഏതിലില്ലാത്ത? ഏത് ഫോർമുലയാണ് ഇല്ലാത്തത്? ഒന്നുമില്ല. കാരണം എന്താ? 24 പറയുന്നത് ടൈം ടേക്കൺ ഫോർ ഡിസ്ചാർജ് ആണ്. ടൈം ആണ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്. പെർസെന്റേജ് വെച്ച് വരുന്ന ഫോർമുലാസിന് മാത്രമേ ഇൻറ്റു 100 ഉണ്ടാവുള്ളൂ കേട്ടോ. ഓക്കെ, അതുപോലെ മോക്ക് ഡ്രിൽസിന്റെയും ഇൻറ്റു 100 ഉണ്ട്. ആ 24ാമത്തെ ഉണ്ടാവില്ല, കാരണം നമ്മൾ ടൈം ആണ് ഇവിടെ കാൽക്കുലേറ്റ് ചെയ്യുന്നത് ഡിസ്ചാർജിന്റെ. ആ ടൈം ഗ്യാപ്പ്. അതുപോലെ തന്നെ ഡയഗ്നോസ്റ്റിക് സെന്റേഴ്സിൽ നമ്മൾ കൊടുത്ത് പറഞ്ഞില്ലേ, ടൈം ടേക്കൺ ഫോർ ഡയഗ്നോസ്റ്റിക്സ് വെയിറ്റിംഗ് ടൈം. അതിനകത്തും ഇല്ല, കാരണം എന്താണ്? ടൈം ആണ് അവിടെ കാൽക്കുലേറ്റ് ചെയ്യുന്നത്. ഓക്കെ, ഇത്ര വരെയും ക്ലിയർ അല്ലേ? അപ്പോ ഇത്ര വരെ മോക്ക് ഡ്രിൽസ് വരെയാണ് എടുത്തിരിക്കുന്നത്. അത്ര വരെ വായിച്ച് മനസ്സിലാക്കിയിട്ട് വരാം കേട്ടോ. ഓക്കെ, താങ്ക് യു.